നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പൈൽ റീഡിങ്ങിലൂടെ നോക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന ചില സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനായിട്ട് പ്രപഞ്ചശക്തി ഇപ്പോൾ തയ്യാറായിട്ട് നിൽക്കുകയാണ്. നിങ്ങളെ ദ്രോഹിക്കുന്ന, നിങ്ങൾക്ക് മോശം വന്ന് ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളിൽ പല ആളുകളും അത്തരം വ്യക്തികളെ തിരിച്ചറിയാതെയായിരിക്കാം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിലൂടെ അത്തരത്തിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ടോ? അവർ നിങ്ങൾക്കെതിരെ എന്തെല്ലാം പ്ലാനുകളാണ് ചെയ്യുന്നത്? അവരുടെ എനർജി എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ 2 നമ്പറുകൾ തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. ഇനി എന്താണ് നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ സന്ദേശമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കെതിരെ പ്ലാനുകൾ, നീക്കങ്ങളൊക്കെ നടത്തുന്ന ഒരു വ്യക്തി ഉണ്ടെന്നുള്ളതാണ് കാണുന്നത്. അവർ ഒരിക്കലും നിങ്ങളുടെ ഒളിഞ്ഞിരിക്കുന്ന ഒരു ശത്രുവല്ല, മറിച്ച് നിങ്ങളുടെ നേർക്ക് നേർ നിന്ന് നിങ്ങളെ വേദനിപ്പിക്കുന്ന, നിങ്ങളെ തകർക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ആളാണെന്നാണ് കാണുന്നത്. ഇവിടെ ആ ഒരു വ്യക്തിയുടെ എനർജിയായിട്ട് കാണുന്നത്, അവർ എപ്പോഴും അവരുടെ പ്രവൃത്തികളെ ന്യായീകരിക്കുന്ന ഒരു ആളാണ്. അതായത് അവർ ചെയ്യുന്നതും പറയുന്നതുമായ ഏതൊരു മോശം കാര്യവും അവർക്ക് ശരിയാണ്. അവർ ഒരിക്കലും അവരുടെ തെറ്റ് അംഗീകരിക്കാറില്ല. അവരുടെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ടോ എന്നവരൊരിക്കലും ചിന്തിക്കാറില്ല. കാരണം മറ്റുള്ളവരുടെ വികാരങ്ങളെക്കാൾ കൂടുതൽ അവർ പ്രാധാന്യം നൽകുന്നത് അവരുടെ ശരികൾക്കാണ്. അവരുടെ മനസ്സെന്ന് പറയുന്നത് കരിങ്കല്ല് പോലെയാണ്. അവരുടെ വികാരങ്ങളെ അവർ ഒരിക്കലും പുറത്ത് കാണിക്കാറില്ല. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേട്ടാൽ അവർക്ക് മനസ്സലിയാറില്ല. അവർ ഒരിക്കലും ആരെയും സഹായിക്കാറില്ല. അവർക്ക് മറ്റ് എന്തിനേക്കാളും പ്രാധാന്യം അവർ തന്നെയാണ്. ഇവിടെ ഈ ഒരു വ്യക്തി നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഒരു ആളാണ്. അവരുടെ വാക്കുകൾ വളരെ മൂർച്ചയുള്ളതാണ്. ഇപ്പോൾ ഏത് കള്ളവും സത്യമാണെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് ഇവർക്ക് പ്രത്യേക കഴിവാണുള്ളത്. ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് മറ്റുള്ളവരെ സ്വാധീനിച്ചാണ്. അതായത് നിങ്ങളെക്കുറിച്ചുള്ള അനാവശ്യമായിട്ടുള്ള പലതും അവർ മറ്റുള്ളവരോട് പറഞ്ഞ് മറ്റുള്ളവരുടെ ഉള്ളിൽ നിങ്ങളെ ഒരു മോശക്കാരിയായിട്ട് ചിത്രീകരിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതിൽ ഒരു പരിധിവരെ അവർ വിജയിച്ചിട്ടുമുണ്ട്. കാരണം അത്രത്തോളം വിശ്വാസം അവർ മറ്റുള്ളവരിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇവിടെ ഈ വ്യക്തിയുടെ യഥാർത്ഥ ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങളുടെ കണ്ണീര് തന്നെയാണ്. ഏതു വിധേനയും നിങ്ങൾ സന്തോഷം അനുഭവിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും സങ്കടങ്ങളും പ്രശ്നങ്ങളും മാത്രമായിരിക്കണം ഉണ്ടാവേണ്ടത്. അതാണ് അവരുടെ സമാധാനവും സന്തോഷവും. ഈ വ്യക്തി എപ്പോഴും നിങ്ങളെ അടക്കി ഭരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങളെ എപ്പോഴും അവരുടെ നിയന്ത്രണത്തിലാക്കാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അവരെപ്പോഴും നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നത് അവരാണ്. അതിനാൽ തന്നെ ഏത് രീതിയിൽ നിങ്ങളെ ദ്രോഹിച്ചാൽ നിങ്ങളുടെ കണ്ണീര് കാണാനായിട്ട് കഴിയും. എന്തെല്ലാം പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് തളർത്താനായിട്ട് കഴിയുമെന്ന് ഇവർക്ക് നല്ല ബോധ്യമുണ്ട്. ഒരുപക്ഷെ ഈ ഒരു സന്ദേശം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളിൽ പലർക്കും ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ടാവാം. ഇവിടെ നിങ്ങൾ വലിയൊരു ഈശ്വരവിശ്വാസിയാണ്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നുണ്ട്. നിങ്ങളെ ദ്രോഹിക്കുന്ന, നിങ്ങളെ വേദനിപ്പിക്കുന്നവരുടെ തകർച്ച അല്ലെങ്കിൽ അവരുടെ ദുഷ്പ്രവൃത്തികൾക്കുള്ള ഫലം അവർ അനുഭവിക്കുന്നത് നിങ്ങളുടെ കൺമുന്നിൽ തന്നെ നിങ്ങൾക്ക് കാണാനുള്ള അവസരം പ്രപഞ്ചം ഒരുക്കി തരുന്നതാണ്.
നിങ്ങളുടെ നന്മ, നിങ്ങളുടെ സത്യം എന്താണെന്നും അവരുടെ യഥാർത്ഥ മുഖം എന്താണെന്നും മറ്റുള്ളവരെ തിരിച്ചറിയുന്ന സമയം അത്ര ദൂരത്തിലല്ല. അവരുടെ പ്രവൃത്തികൾക്ക് കാലം കണക്ക് ചോദിക്കുന്ന സമയമാണ് ഇനിയുള്ളത്. ഇവിടെ മറ്റുള്ളവരുടെ മോശം പ്രവൃത്തികളിൽ, മോശം വാക്കുകളിൽ മനസ്സ് തളരാതെ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുക. കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി അല്ലെങ്കിൽ പ്രപഞ്ചം നിങ്ങളെ എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും സംരക്ഷിച്ച് നിർത്തുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്കുള്ള സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ശത്രുക്കളുണ്ട്. അവർ നിങ്ങളുടെ മറഞ്ഞിരിക്കുന്ന ശത്രുവാണ്. അവർ ഒരിക്കലും അകലെയുള്ള ഒരു ശത്രുവല്ല, മറിച്ച് നിങ്ങളോട് വളരെ അടുപ്പം ഇപ്പോഴും വെച്ച് പുലർത്തുന്ന ഒരു ആളാണെന്നാണ് കാണുന്നത്. ഈ വ്യക്തിക്ക് 2 മുഖങ്ങളാണ് ഉള്ളത്. പുറമേ സമാധാനത്തോടെയും സ്നേഹത്തോടെയും കരുതലോടെയും ഒക്കെയുള്ള പെരുമാറ്റവും ഉള്ളിൽ പല വിധത്തിലുള്ള പ്ലാനുകളും കണക്ക് കൂട്ടലുകളും ഒക്കെയുള്ള ഒരു ആളാണ്. ഇവിടെ നിങ്ങളെന്ന വ്യക്തി വളരെ നല്ല മനസ്സിന് ഉടമകളാണ്. വളരെ ശുദ്ധമാണ് നിങ്ങളുടെ മനസ്സ്. അതിനാൽ തന്നെ അവർ ചിന്തിക്കുന്നത് നിങ്ങളെ എങ്ങനെ വേണമെങ്കിലും ചൂഷണം ചെയ്യാം, അതൊരിക്കലും നിങ്ങൾ തിരിച്ചറിയാനായിട്ട് പോകുന്നില്ല എന്നാണ്. ഇവിടെ നിങ്ങളിലെ കഴിവുകളും മുന്നേറ്റവുമൊക്കെ ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദവും ഉണ്ടാക്കുന്നുണ്ട്. ഒരുപക്ഷെ പുറമേ ഇവർ നിങ്ങളുമായിട്ട് വളരെ അടുത്ത സൗഹൃദത്തിലായിരിക്കാം ഉള്ളത്. അതിനാൽ തന്നെ നിങ്ങളോട് തുറന്ന ഒരു വഴക്കിനോ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു വിരോധത്തെ തുറന്ന് പ്രകടിപ്പിക്കാനോ ഒന്നും അവർ ഇതുവരെയും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനാൽ തന്നെയാണ് അവരുടെ യഥാർത്ഥ മുഖത്തെ ഇപ്പോഴും നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് കഴിയാതെ പോയതും. ഈ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോട് ശരിക്കും മത്സരമാണ്. എങ്ങനെയും നിങ്ങളോടൊപ്പം അല്ലെങ്കിൽ നിങ്ങളെക്കാൾ മുകളിലെത്തണമെന്ന വാശിയാണ് അവർക്കുള്ളത്. നിങ്ങളെപ്പോഴും അവർക്ക് താഴെ നിൽക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു സന്തോഷമുണ്ടാവുമ്പോൾ അവരുടെ മനസ്സിൽ മാനസിക സമ്മർദ്ദവും ദേഷ്യവും സങ്കടവുമൊക്കെയാണ് ഉണ്ടാവുന്നത്. പക്ഷേ അതൊന്നും ഒരിക്കലും അവർ നിങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിക്കില്ല. പകരം സന്തോഷമുള്ളതായിട്ട് അഭിനയിക്കാറാണുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു സങ്കടം ഉണ്ടാവുമ്പോൾ, ഒരു പരാജയം വന്ന് ചേരുമ്പോൾ പുറമേ നിങ്ങളെ സമാധാനിപ്പിക്കുന്നതായിട്ട്, നിങ്ങളുടെ സങ്കടങ്ങളിൽ പങ്കുചേരുന്നതായിട്ട് നിൽക്കുമെങ്കിലും ശരിക്കും അവരുടെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. അപ്പോൾ അത്തരത്തിൽ 2 മുഖങ്ങളാണ് ഈ വ്യക്തിക്ക് ഉള്ളത്. അത് തിരിച്ചറിയാതെ ആയിരിക്കാം നിങ്ങൾ നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും പ്ലാനുകളുമൊക്കെ അവരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. പലപ്പോഴും അവരോട് നിങ്ങളുടെ പ്ലാനുകളെക്കുറിച്ച് പറയുമ്പോൾ അവർ അതിൽ തടസ്സങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ അതിൽ നിന്നും നിങ്ങളെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവാം. പക്ഷേ ഒരിക്കലും നിങ്ങളവരെ തെറ്റിദ്ധരിച്ചിട്ടില്ല. കാരണം അത്രത്തോളം സ്നേഹത്തോടെ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണെന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഓരോ പ്ലാനുകളിൽ നിന്നും അവർ നിങ്ങളെ പിന്തിരിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന ആ ഒരു വ്യക്തിയുടെ മുഖം മൂടി നിങ്ങൾക്ക് മുന്നിൽ അഴിഞ്ഞു വീഴാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിലൂടെയോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളിലൂടെയോ ഒക്കെ അവരുടെ യഥാർത്ഥ മുഖം നിങ്ങൾ തിരിച്ചറിയും എന്നുള്ളതാണ്. അവരുടെ മുഖംമൂടി നിങ്ങൾക്ക് മുന്നിൽ അഴിഞ്ഞു വീഴാനുള്ള സമയം അധികം ദൂരത്തിലല്ല. ഒരുപക്ഷെ ആ ഒരു സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചേക്കാം. പക്ഷേ ആ വേദന താൽക്കാലികമായിട്ട് ഉള്ളതാണെന്നും അതിലൂടെ ആരെ അകറ്റി നിർത്തണം, ആരെ ചേർത്ത് നിർത്തണം എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് കൈവരും എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. ഈ ഒരു തിരിച്ചറിവിന് ശേഷം നിങ്ങളിൽ സ്വാതന്ത്ര്യവും ശക്തിയും കൈവരുന്നതാണ്.
നിങ്ങളുടെ ജീവിതത്തിന് പുതിയ ഒരു വഴിത്തിരിവ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്കുള്ള സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.